നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എത്ര നല്ല ആൾക്കാരാണെങ്കിലും നിങ്ങളെ കൊണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവരെല്ലാം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സഹകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലല്ല ഒരു രീതിയിൽ ഒരു ബിസിനസ്സിൻ്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിപ്പം ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പം നമ്മളെ എപ്പോഴും ഉപയോഗിക്കുവാണ് മറ്റുള്ളവർ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറ്റം കേൾക്കുന്നതും എല്ലാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുടെ കുറ്റമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം കേൾക്കുന്നത്. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ആളിനേക്കാളിലും കൂടുതൽ നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ ശരിക്കും സ്നേഹിക്കാറുണ്ടോ? ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം. എല്ലായിടത്തും പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെ അറിയാമോ? എല്ലാ സ്നേഹബന്ധങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്നത് സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾ നേരിട്ട് പോയി സംസാരിക്കത്തില്ല. പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇടും. എന്നിട്ട് പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ പരസ്പരമുള്ള കുറ്റങ്ങൾ വേറെ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർ അവരവർക്ക് ഏറ്റവും ഇഷ്ടം അവരവരെ തന്നെയാണ്. അതിനെക്കാട്ടി കൂടുതൽ എപ്പോഴും ഒരാൾ പറയുന്നുണ്ട്, പണ്ടൊരു സിനിമയ്ക്ക് ജയറാം പറയുന്നത് ഏറ്റവും വലിയ VIP അവനവൻ തന്നെയാണ്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരിക്കലും വേറെ ഒരാൾ നിങ്ങളുടെ ജീവിതം നല്ലതാവാൻ, അതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതം നല്ലതാവാൻ വേണ്ടി അവർ മാല എറിഞ്ഞെടുത്തോ അല്ലെ പൂ എറിഞ്ഞെടുത്തതൊന്നുമില്ല.